ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 32 മത്സ്യാവതാരം ശ്ലോകം 3. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനി സ്വഗേഹം സ്വൽപൈരഹോഭി കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോത്വം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ക്ഷിപ്തം, ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേ അമ്പുപാത്രേണ, നിന്യേമ്പുപാത്രേണ മുനി, അവിടെ വിസർഗം ചൊല്ലണം. സ്വഗേഹം സ്വൽപൈർ അഹോഭി, അവിടെ വിസർഗം. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്വൽപൈരഹോഭി ചേർത്തിട്ട് ചൊല്ലുമ്പോൾ കലശീം, ശീം എന്ന് നീട്ടിയിട്ട് മുർക്കം, ച കൂപം, വാപീം അവിടെയും വള്ളി നീട്ടിയിട്ട് മുർക്കം, സര ച ആനശിഷേ ചേർത്തിട്ട് സരശ്ചാനശിഷേ, വിഭോ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വം, വിഭോത്വം, അങ്ങനെ നിർത്താം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനി സ്വഗേഹം സ്വൽപൈരഹോഭി കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോത്വം. അടുത്തത് 4ാമത്തെ ശ്ലോകം. യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. യോഗപ്രഭാവാത്, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവദാജ്ഞയ ഏവ, ഭവദാജ്ഞയൈവ, ഇവിടെയും ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ജ്ഞ എന്നുള്ളത് ജ ജ്ഞ എന്നാണ്. നീത തത ത്വം, നീതസ്തതസ്ത്വം മുനിന പയോധിം, ധിം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പൃഷ്ട അമുന, പൃഷ്ടോ മുന, ഷ്ട എന്നുള്ളത് ഷ ട എന്നുള്ളത് ഒട്ടും മൂന്നണ്ട. കൽപ്പതിദൃക്ഷു ഏനം, കൽപ്പതിദൃക്ഷുമേനം, ക്ഷു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സപ്താഹം ആസ ഇതി, സപ്താഹമാസ്വേതി വദൻ അയാസി, വദന്നയാസി നീട്ടിയിട്ട് വിസർഗം പറയണം. അങ്ങനെ നിർത്താം. യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.